പോയി. സാർ ഇന്നലെ അടിച്ച് കിണ്ടിയായിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞപ്പോ കോബ്രകൾക്ക് തോന്നിയത് കോബ്രാസിന്റെ സാറിന്റെ മക്കളുടെ കല്യാണാലോചനയാണെന്നാ. പറഞ്ഞു തീരും മുമ്പ് സാറിന്റെ കംപ്ലീറ്റ് ഫീസും പോയി. അതൊന്ന് ക്ലിയർ ആയിട്ട് പറയിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഇത്തിരി ഒറ്റമൂലി അല്ല ഒരിത്തിരി ബ്രാൻഡി സാറിന്റെ വായിലോട്ട് ഒഴിച്ചപ്പോ സാറിന്റെ മക്കൾ കണ്ടോണ്ടൊന്നു. അതാ പ്രശ്നമായത്. സത്യത്തിൽ എന്താ സാറ് പറഞ്ഞെന്ന് വല്ല ഓർമ്മയുണ്ടാ? ഒരു ക്ലൂ. ശരിയാ, ബോധമില്ലാതെ ഞാൻ ഇന്നലെ അത് പറഞ്ഞത്. സത്യത്തില് ഞാൻ അവരോട് ബോധത്തോടു കൂടി തന്നെ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണത്. പിന്നെ എനിക്ക് നിങ്ങളെ ബോധ്യായി. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് നിങ്ങളെ ഇഷ്ടപ്പെടണം. അതിന് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് കയറി പറ്റണം. അവിടെയാണ് നിങ്ങളുടെ മിടുക്ക്. ബെസ്റ്റ് അപ്പൻ. ഇങ്ങനെ ഒരു അമ്മായപ്പന് എവിടെ കിട്ടുമിടോ? മനസ്സിൽ കയറി പറ്റുന്ന കാര്യം വിട് സാറേ. ആ വീട്ടിൽ ഇനി എങ്ങനെ കയറി പറ്റും? പ്രശ്നമാണ്, പക്ഷെ അത് പ്രശ്നമല്ല. ഇന്നലെ രാത്രിയിൽ നടന്ന കഥയ്ക്ക് ഒരു മറുകഥ ഉണ്ടാക്കി മക്കളോട് പറയണം, അവരെ വിശ്വസിപ്പിക്കണം. നിങ്ങൾക്കറിയാവോ, ഞാൻ മുൻ ബോക്സർ മാത്രമല്ല, മുൻ സാഹിത്യകാരൻ കൂടിയാണ്. പണ്ട് ബാലലോകത്തിൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട്, പ്രോത്സാഹന സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഇനി മക്കളെ പറഞ്ഞ് മനസ്സ് മാറ്റാൻ ഞാനൊരു കഥയുണ്ടാക്കും, അതേക്കും എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോടാ കുട്ടന്മാരെ. ഈ അങ്കിള് തല്ലിപ്പൊളിയാക്കോ? ഓഫ് കോഴ്സ്. വേണ്ട വേണ്ട പപ്പ, ഇനി പുതിയ കള്ളക്കഥകളൊന്നും ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഞങ്ങൾക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ പപ്പ. അതെ പപ്പ, ഞങ്ങള് വരുമ്പോ അവര്